നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹെപ്പാറ്റിക് എൻകഫലോപ്പതി എന്ന രോഗത്തെക്കുറിച്ചാണ്. ലിവറിൻ്റെ ഡാമേജ് തലച്ചോറിനെ ബാധിക്കുക, ഒരു രോഗിയുടെ സ്വബോധത്തെ ബാധിക്കുക, ഈ അവസ്ഥയ്ക്കാണ് ഹെപ്പാറ്റിക് എൻകഫലോപ്പതി എന്ന് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് തലച്ചോറിൻ്റെ ഘടനയിൽ സ്ഥായിയായ ഒരു വ്യത്യാസം ഇല്ല. ലിവർ ഡാമേജ് ഉള്ള രോഗിക്ക് ശരീരത്തിലെ വേസ്റ്റ് ലിവറാണ് പലപ്പോഴും കളയുക. ഈ വേസ്റ്റ് കളയുന്നതിൽ ലിവർ പരാജയപ്പെടുമ്പോൾ തലച്ചോറിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഹെപ്പാറ്റിക് എൻകഫലോപ്പതി. ഹെപ്പാറ്റിക് എന്ന് പറഞ്ഞാൽ ലിവറുമായി ബന്ധപ്പെട്ടുള്ളത്, എൻകഫലോപ്പതി എന്ന് പറഞ്ഞാൽ സ്വബോധം ബ്രെയിനിൻ്റെ പ്രശ്നം കൊണ്ട് ബാധിക്കപ്പെടുന്ന അവസ്ഥ. നോർമലായി നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് കളയുന്ന പ്രധാനപ്പെട്ട അവയവമാണ് ലിവർ. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, പ്രത്യേകിച്ച് ആനിമൽ പ്രോട്ടീൻ, ആളുകൾ ബീഫ്, പോർക്ക്, ചിക്കൻ, ചെമ്മീൻ ഇങ്ങനെയുള്ള പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ, വെജിറ്റേറിയൻസിലാണെങ്കിൽ സോയാബീൻ, കടല, പരിപ്പ് ഇതൊക്കെ കൂടുതൽ കഴിച്ചാൽ അതിൽ നിന്ന് വരുന്ന പ്രോട്ടീനിനെ ശരീരത്തിൽ നിന്ന് ഡിസ്പോസ് ചെയ്യുന്നത് ലിവറാണ്. ലിവറിന് അസുഖങ്ങളുള്ളപ്പോൾ ഈ പ്രോട്ടീൻ മാറ്റുന്നതിൽ ലിവർ പരാജയപ്പെട്ടാൽ പ്രോട്ടീൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റായി ശരീരത്തിൽ അമോണിയ ഉണ്ടാകും. ഈ അമോണിയ തലച്ചോറിനെ സംരക്ഷിക്കുന്ന ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ഭേദിച്ച് തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ സ്വബോധം മറയുകയും സ്വബോധത്തെ ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹെപ്പാറ്റിക് എൻകഫലോപ്പതി. അപ്പോൾ സ്വാഭാവികമായും വരുന്ന ഒരു ചോദ്യമുണ്ട്, ലിവർ ഡാമേജ് ഉള്ള എല്ലാവർക്കും ഇതുണ്ടാകാമോ? ഇല്ല. ഡീകോമ്പൻസേറ്റഡ് ലിവർ ഡിസീസ് എന്ന് വെച്ചാൽ ലിവറിൻ്റെ ഡാമേജ് കുറച്ച് കൂടി സിറോസിസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള അവസ്ഥയിലാണ് കൂടുതലും ഹെപ്പാറ്റിക് എൻകഫലോപ്പതി ഉണ്ടാവുക. ഒരു ലിവർ ഡാമേജ് ഡീകോമ്പൻസേറ്റഡ് ആണ് എന്ന് നമ്മൾ പറയുന്ന ചില ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണവ? ഒന്ന്, ഒരു രോഗിക്ക് ഹെപ്പാറ്റിക് എൻകഫലോപ്പതി ഉണ്ടാവുക. രണ്ട്, രക്തം ഛർദ്ദിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. നമ്മളുടെ അന്നനാളം എന്ന് വെച്ചാൽ ഈസോഫാഗസിലുള്ള രക്തക്കുഴലുകളുടെ വീക്കമാണ് ഈ ഹെമറ്റമസിസ് എന്ന് പറയുന്ന രക്തം ഛർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. മൂന്ന്, GI ബ്ലീഡ് എന്ന് വെച്ചാൽ ഇതേ ബ്ലീഡിങ് ഛർദ്ദിക്കുന്നതിന് പകരം വയറ്റിൽ നിന്ന് പോകുമ്പോൾ അവിടെ കറുത്ത നിറത്തിലൊക്കെ പോകുന്നതിനാണ് മലീന എന്ന് പറയുന്നത്. പിന്നെ വയറ് വീർക്കുക, അതിന് അസൈറ്റിസ് എന്ന് പറയും. ലിവറിൻ്റെ ഡാമേജ് ഉള്ള ആൾക്കാർക്ക് വയറിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് ഇത് വീർത്ത് വരുന്നത്. ഇങ്ങനെ ഈ അവസ്ഥകളുള്ള ഒരു ലിവറിൻ്റെ രോഗമുള്ള ആളെയാണ് ഡീകോമ്പൻസേറ്റഡ് ലിവർ ഡിസീസ് എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെയുള്ള ഒരു രോഗിക്ക് സ്വബോധം ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നാൽ അത് ഹെപ്പാറ്റിക് എൻകഫലോപ്പതി ആണ് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഹെപ്പാറ്റിക് എൻകഫലോപ്പതിയുടെ ലക്ഷണങ്ങൾ? തുടക്കത്തിൽ കുറച്ച് ദേഷ്യം കൂടുക, ശ്രദ്ധ കുറയുക, രാത്രിയിൽ ഉറങ്ങാത്ത രോഗി രാവിലെ കിടന്നുറങ്ങുക, ഇതൊക്കെ ആയിരിക്കും ഹെപ്പാറ്റിക് എൻകഫലോപ്പതിയുടെ ഇനീഷ്യൽ സ്റ്റേജ്. കുറച്ചും കൂടെ ബുദ്ധിമുട്ട് കൂടിയാൽ രോഗി പരസ്പരബന്ധമില്ലാതെ സംസാരിക്കുകയും മുഴുവൻ സമയവും രാവിലെ കിടന്ന് ഉറങ്ങുന്നു, രാത്രിയിൽ ചിലപ്പോഴൊക്കെ പിച്ചും പേയും പറയുക എന്ന പ്രശ്നങ്ങൾ വരും. വളരെ മോശമായിട്ടുള്ള സിവിയർ ഹെപ്പാറ്റിക് എൻകഫലോപ്പതി ഉള്ള ഒരു രോഗി ഓൾമോസ്റ്റ് ഒരു സെമി കോമ, ഡ്രൗസി സ്റ്റേറ്റിലായിരിക്കും. എന്ന് വെച്ചാൽ വിളിച്ചാൽ കേൾക്കുകയില്ല, അല്ലെങ്കിൽ ഒത്തിരി വേദനിപ്പിക്കുകയോ കുലുക്കി വിളിക്കുകയോ ഒക്കെ എങ്കിൽ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ. ലിവർ ഡാമേജ് ഉള്ള അനേകം രോഗികളുണ്ടല്ലോ, അവരെപ്പോഴും സ്വബോധമില്ലാത്ത പോലെ സംസാരിക്കാറില്ല. എപ്പോഴാണ് അവർക്ക് ഹെപ്പാറ്റിക് എൻകഫലോപ്പതി ഉണ്ടാകുന്നത്? ഈ ഹെപ്പാറ്റിക് എൻകഫലോപ്പതി എന്നതിനെ ട്രിഗർ ചെയ്യുന്ന ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഇൻഫെക്ഷൻ. ഇത് ശരീരത്തിലുള്ള ഇൻഫെക്ഷൻ ആകാം, അതല്ല എങ്കിൽ രോഗിയുടെ വയറിൽ കെട്ടിക്കിടക്കുന്ന ഫ്ലൂയിഡിൽ വരുന്ന ഇൻഫെക്ഷൻ ആകാം. വയറിൽ കെട്ടിക്കിടക്കുന്ന ഫ്ലൂയിഡിൽ വരുന്ന ഇൻഫെക്ഷന്
പെരിറ്റോണൈറ്റിസ് എന്നാണ് പറയാറുള്ളത്. ഇൻഫെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭക്ഷണത്തിലുള്ള ക്രമം തെറ്റലാണ്. പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ, പ്രത്യേകിച്ച് ആനിമൽ പ്രോട്ടീൻ, ബീഫ്, പോർക്ക്, ചെമ്മീൻ, ഞണ്ട് ഇങ്ങനെയുള്ള പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിച്ചാൽ രോഗിക്ക് ഹെപ്പാറ്റിക് എൻകഫലോപ്പതി വരാനുള്ള സാധ്യത കൂടും. കാരണം ശരീരം കൂടുതൽ പ്രോട്ടീൻ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വേസ്റ്റ് പ്രോഡക്റ്റായ അമോണിയയും കൂടുതലാവും. ലിവർ ഡാമേജ്ഡ് ആയതുകൊണ്ട് ഈ അമോണിയ മാറ്റുന്നതിന് തടസ്സമുണ്ടാകും. ഇൻഫെക്ഷനും ഭക്ഷണക്രമവും കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡീഹൈഡ്രേഷനാണ്. ശരീരത്തിലെ ജലാംശം കുറയുക, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, ഇതെല്ലാം ഹെപ്പാറ്റിക് എൻകഫലോപ്പതി ഉണ്ടാകാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലിവർ ഡാമേജ് ഉള്ള രോഗികൾ രക്തം ഛർദ്ദിക്കാനും വയറ്റിൽ നിന്ന് പോകുമ്പോൾ രക്തം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ശക്തമായൊരു ബ്ലീഡിങ്, അത് ഹെമറ്റമസിസ് അഥവാ രക്തം ഛർദ്ദിക്കുകയാവാം. വയറ്റിൽ നിന്ന് രക്തം മലത്തിൽ പോകുന്നത് അത് മലീന ആകാം. ഇത് വലിയ തോതിലുണ്ടായാൽ അതും ഹെപ്പാറ്റിക് എൻകഫലോപ്പതിയിലേക്ക് വഴിവെക്കാം. പിന്നെ ചില മരുന്നുകളൊക്കെ ലിവർ ഡാമേജ് ഉള്ള രോഗികൾ ഉറക്ക ഗുളികകൾ ഉപയോഗിച്ചാൽ, ബെൻസോഡയസപ്പീൻസ് എന്നൊക്കെ പറയുന്ന ഉറക്ക ഗുളികൾ ഒരു തോതിൽ കൂടുതലായാൽ ആ സമയത്തും ഹെപ്പാറ്റിക് എൻകഫലോപ്പതി ഉണ്ടാകാം. വയറിലെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്ന രോഗികൾക്ക് നമ്മൾ ഫ്ലൂയിഡ് കുറയുന്നതിന് വേണ്ടി സോഡിയം കുറയാൻ അപകട സാധ്യതയുള്ള ഡയൂററ്റിക്സ് ഒക്കെ ഉപയോഗിക്കും. ചിലപ്പോഴൊക്കെ സോഡിയം ഒത്തിരി താഴ്ന്നു പോയാൽ അപ്പോഴും ഹെപ്പാറ്റിക് എൻകഫലോപ്പതി ഉണ്ടാകാം. നിങ്ങളുടെ കുടുംബത്തിൽ ലിവർ ഡാമേജ് ഉള്ള ഒരു രോഗിയുണ്ടെന്ന് വെക്കുക. അവർ പരസ്പരബന്ധമില്ലാതെ സംസാരിച്ചാൽ അവർക്ക് ഹെപ്പാറ്റിക് എൻകഫലോപ്പതി ആണോ എന്ന് പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് ഫ്ലാപ്സ് ഉണ്ടോ എന്ന് നോക്കുക. മെഡിക്കൽ ടെർമിനോളജിയിൽ ഇവയ്ക്ക് ആസ്ട്രിക്സിസ് എന്നാണ് പറയുന്നത്. രോഗിയോട് കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കാൻ പറയുക. ഈ കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കുന്ന രോഗിക്ക് ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അത് മുമ്പോട്ടേക്ക് ഇങ്ങനെ അടിക്കും. ഇതുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണിക്കണം. പിന്നെ തീർച്ചയായും മറ്റ് ടെസ്റ്റുകൾ ഉണ്ട്. ലിവർ ഫങ്ഷനിൽ വരുന്ന വ്യത്യാസങ്ങൾ, തലയുടെ EEG പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ തലച്ചോറിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഇവയെല്ലാം ഹെപ്പാറ്റിക് എൻകഫലോപ്പതി ആണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് സഹായിക്കും. ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കാൻ രക്തം ടെസ്റ്റ് ചെയ്യുകയും ചിലപ്പോഴൊക്കെ വയറിലെ ഫ്ലൂയിഡ് കുത്തി ടെസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വന്നേക്കും. ഹെപ്പാറ്റിക് എൻകഫലോപ്പതി തന്നെയാണ്, മറ്റു പ്രശ്നങ്ങളില്ല എന്നുറപ്പാക്കാൻ പലപ്പോഴും നമ്മൾ ഈ രോഗികൾക്ക് തലയുടെ സ്കാനൊക്കെ ചെയ്യും. ഇനി ഹെപ്പാറ്റിക് എൻകഫലോപ്പതിയുടെ ചികിത്സയിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ ഈ എൻകഫലോപ്പതി ട്രിഗർ ചെയ്ത കാരണം മാറ്റുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇൻഫെക്ഷൻ വേണ്ട ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് ചികിത്സിക്കുക, ശരീരത്തിലെ ജലാംശം കറക്റ്റ് ചെയ്യുക, സോഡിയം കുറവാണ് എങ്കിൽ അത് സപ്ലിമെൻറ്റ് ചെയ്യുക, ഉറക്ക ഗുളികകളും സോഡിയം താഴ്ന്നു പോകാവുന്ന മരുന്നുകളുമൊക്കെ ഉണ്ടെങ്കിൽ അവ മാറ്റുക. ലിവറിൻ്റെ ഡാമേജ് ഒരു പരിധിയിൽ കൂടുതൽ വന്നാൽ അത് പൂർണ്ണമായും മാറ്റുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണക്രമം ക്രമീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രോട്ടീൻ്റെ അളവ് ഭക്ഷണത്തിൽ കുറച്ച് കുറയ്ക്കണം. പ്രത്യേകിച്ച് ആനിമൽ പ്രോട്ടീൻ ഒഴിവാക്കണം. വയറ്റിൽ നിന്ന് പോകുന്നത് ദിവസവും സംഭവിക്കാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഹെപ്പാറ്റിക് എൻകഫലോപ്പതി ട്രിഗർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ എൻകഫലോപ്പതിയുള്ള രോഗി ഒരു ദിവസത്തിൽ 2-3 തവണയെങ്കിലും വയറ്റിൽ നിന്ന് പോകുന്നതിന് വേണ്ടി ലാക്ടുലോസ് പോലെയുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കും. ഇതിൻ്റെ ഒപ്പം അർസോഡിയോക്സികോളിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ചില മരുന്നുകളും നമ്മൾ ഉപയോഗിക്കും. വളരെ പെട്ടെന്ന് മനസ്സിലാക്കി വേണ്ട ചികിത്സ തുടങ്ങി വെച്ചാൽ പൂർണ്ണമായും ശരിയാകുന്ന, സ്വബോധം വീണ്ടെടുക്കാവുന്ന ഒരു അവസ്ഥയാണ് ഹെപ്പാറ്റിക് എൻകഫലോപ്പതി. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നന്ദി.